ബെഞ്ചമിൻ ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. പാസ്റ്റർ സാം ബെഞ്ചമിൻ. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഞായറാഴ്ച ദിവസത്തിൻ്റെ സായാഹ്ന സമയം ഈ ചർച്ചിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തിനോട് ബന്ധത്തിൽ കൂടി വരുവാൻ കർത്താവ് സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വാളകം ദേശത്ത് കർത്താവെ അങ്ങയുടെ സാക്ഷ്യം വഹിപ്പാൻ അങ്ങ് തിരഞ്ഞെടുത്ത എൻ്റെ ദാസന്മാർക്കായ ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ സത്യം ലോകമെമ്പാടും അറിയിക്കണമെന്നുള്ളതായ ദൗത്യം ഞങ്ങളെല്ലാവരും നിക്ഷിപ്തമായിരിക്കുമ്പോൾ ഈ കാലയളവിൽ അതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അനേക ജീവിതങ്ങളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളെല്ലാവരെയും ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൊണ്ട് സമർപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ നിൻ്റെ ദാസന്മാരെയും അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള വർഷങ്ങളും ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റവും ഭംഗിയായ നിലയിൽ മുന്നേറുവാൻ ആവശ്യമായ ദൈവിക ആലോചനകളും അനുഗ്രഹങ്ങളും ഈ പ്രവർത്തനങ്ങളുടെ മേലെ ഇവിടുന്ന് പകർന്നാട്ട് തങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെയും ദൈവം വേഗം കൂട്ടിവരുത്തുമാറാകണമേ. കർത്താവിൻ്റെ വരവ് എപ്പോഴും ഞങ്ങളെ അറിയുന്നില്ല. പ്രത്യാശയോടെ ജീവിപ്പാൻ, അനേകരെ പ്രത്യാശയിലേക്ക് നയിക്കുവാനും ഒരുക്കിയെടുക്കുവാനും ഞങ്ങളെല്ലാവരെയും ഒരുപോലെ സഹായിക്കണം. അല്പസമയം തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. തുടരുന്നത് മിസ്റ്റർ എ ജോയിക്കുട്ടി. വേദിയിലായിരിക്കുന്ന ബഹുമാന്യരെ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വാളകം ബ്രാഞ്ച് രൂപീകരിച്ചിട്ട് ഇപ്പോൾ 2 വർഷത്തോളം ആവാറായി. എന്നാൽ നമ്മുടെ ഒരു എക്യുമെനിക്കൽ സമ്മേളനമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. എല്ലാ സഭാ വിഭാഗങ്ങളെയും ഒന്നിച്ച് കോർത്തിണക്കിക്കൊണ്ട് ബൈബിളിൻ്റേതായ ആ സത്യങ്ങളെ മനസ്സിലാക്കി ബൈബിൾ ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുവാനും അതിൻ്റെ പരിഭാഷയും മറ്റ് കാര്യങ്ങളിലേക്ക് കൈത്താങ്ങായി തീരുവാനും വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ബ്രാഞ്ച് വാളകത്ത് തുടങ്ങിയതാണ്. നല്ല നാളിതുവരെയും എല്ലാവരുടെയും കൈത്താങ്കുകളായിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പ്രവർത്തിപ്പാനിടയായി തീർന്നു. കഴിഞ്ഞ 2 വർഷക്കാലം 1.5 വർഷം നമ്മളായെങ്കിലും 2 പ്രാവശ്യത്തെ കളക്ഷൻ ബൈബിൾ സൊസൈറ്റിക്ക് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. ബൈബിൾ അത്യാവശ്യമായിട്ട് വരുന്നവർക്ക്, ബൈബിളില്ലാത്ത ക്രൈസ്തവരും അല്ലാതെ ഉള്ളവർക്കും ഒക്കെ ഫ്രീ ആയിട്ട് ബൈബിൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന സംരംഭത്തിലാണ്. കൂടുതലായും യേശുക്രിസ്തുവിനെ പറ്റി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ താല്പര്യമുള്ളവരെ അതിലേക്ക് കൊണ്ടുവരികയും അവർക്കതിന് വേണ്ടുന്ന ഉത്തേജനങ്ങൾ കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇത് മുന്നോട്ട് നടത്തുക. നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഇതര എല്ലാ സഭാവിഭാഗങ്ങളെയും കൂടെ ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു വേദിയായിട്ട് ബൈബിൾ സൊസൈറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ബൈബിളിൻ്റെ നാമത്തിൽ ബൈബിൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഈ സംരംഭം കൈകോർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എന്നാൽ ഈ പുതിയ വർഷത്തിലേക്ക് നമുക്ക് കടന്നപ്പോൾ നമുക്കിത് ഒരു പ്രാരംഭ മീറ്റിംഗായിട്ടല്ല, പ്രത്യേകമായിട്ട് നമുക്കൊരു പ്രതിനിധി മീറ്റിംഗായിട്ട് 30ഓളം പേർ ഇതിൽ പ്രതിനിധികളുണ്ട്. ആ പ്രതിനിധി മീറ്റിംഗായിട്ടാണ് നമ്മളിതിനെ വിളിച്ചിരിക്കുന്നത്. കാര്യം മറ്റ് സഭാവിഭാഗങ്ങളിൽ നിന്ന് എല്ലായിടത്തു നിന്നും ഒന്നിലധികം 2 പേർ വീതമാണ് പ്രതിനിധിയായിട്ടുള്ളത്. അതേ രീതിയിലുള്ള പ്രതിനിധി മീറ്റിംഗായിട്ട് കൂടി വരുവാനായിട്ട് അതുകൊണ്ടാണ് ആൾ വളരെ കുറവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റേത് നമ്മൾ സാധാരണ മീറ്റിങ്ങൊക്കെ വയ്ക്കുമ്പോൾ 60-100 പേരൊക്കെ നമ്മൾ കാണും. മീറ്റിംഗായിട്ട് നമ്മൾ വിളിക്കാതിരുന്ന പ്രതിനിധി മീറ്റിംഗ് കൂടി നമുക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അടുത്തൊരു കമ്മിറ്റി കൂടി നമുക്ക് ഈ വർഷത്തെ പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒരു വർഷക്കാലം ദൈവം അനുവദിക്കുന്നെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഒരു പ്രാരംഭമായ ഒരു കൂടിവരവാണ്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ചുമതല സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കാമെന്ന് ഏറ്റിരുന്നത് അധ്യക്ഷപദം തോമസ് ഡാനിയൽ അച്ഛനാണ്. അച്ഛൻ ഇനി എത്തിച്ചേരും. ഇപ്പോൾ ഞാൻ വിളിച്ചു എത്താറായി എന്ന് പറഞ്ഞെന്നാൽ നിങ്ങളങ്ങ്
തുടങ്ങിക്കോളാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ഇതിൻ്റെ ഈ യൂണിറ്റ് തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ രക്ഷാധികാരിയായിട്ട് തോമസ് ഡാനിയൽ അച്ഛനെ തിരഞ്ഞെടുക്കുകയും അന്ന് മുതൽ വേണ്ടുന്ന കൈത്താങ്ങുകൾ നൽകിക്കൊണ്ട് അച്ഛൻ മുന്നോട്ട് വരികയും നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങളൊക്കെ തന്ന് ബൈബിൾ സൊസൈറ്റിയിൽ ധാരാളം വർഷങ്ങൾ പ്രവർത്തിച്ച നല്ല പരിചയമുള്ള അച്ഛനായതുകൊണ്ട് അച്ഛൻ അതിൻ്റെ എല്ലാ രീതികളും മനസ്സിലാക്കി നമുക്ക് വേണ്ടുന്ന കൈത്താങ്കൾ തന്ന് ഇങ്ങനെ ഒരു യൂണിറ്റ് രൂപീകരിക്കുവാനും അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുവാനും ഒക്കെ അച്ഛൻ വളരെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനം പദം അലങ്കരിക്കുന്നതും അച്ഛൻ തന്നെയാണ്. ഇപ്പോൾ അച്ഛൻ ഉടൻ തന്നെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അച്ഛനെ ഈ ബൈബിൾ സൊസൈറ്റിയുടെ നാമത്തിൽ ഇവിടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രാസംഗികൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേക വലിയൊരു പ്രസംഗം എന്നുള്ള ഉദ്ദേശിച്ചല്ല, എങ്കിൽ തന്നെയും നമുക്ക് ഒരു വചന ശുശ്രൂഷ അത്യാവശ്യമാണല്ലോ. അതിന് ഈ ഇടവയുടെ വികാരിയായിരിക്കുന്ന റവറൻ ബിനു സി ശാമുവേൽ അച്ഛനെയാണ് അതിന് ഏൽപ്പിച്ചിരിക്കുന്നത്. അച്ഛൻ അത് കൃത്യമായി നിർവഹിക്കും. അച്ഛൻ നമ്മുടെ ഈ മീറ്റിങ്ങിന് വളരെ താല്പര്യത്തോടെ കടന്നു വരികയാണ്. നമ്മുടെ ഈ ദേശത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് ബൈബിൾ സൊസൈറ്റി മീറ്റിങ്ങിൽ നമുക്ക് ബൈബിൾ സൊസൈറ്റിയുടെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു. പക്ഷേ എന്നാൽ അതിൻ്റെ ചുമതലയിൽ വന്ന് നമ്മുടെ പള്ളിയിൽ വെച്ചൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ അച്ഛൻ പ്രാർത്ഥനകൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ എല്ലാം പോയി ഒരു പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തിട്ടാണ് അടുത്ത ഓടിയെത്തിയിരിക്കുന്നത്. അത്തരം പ്രാർത്ഥനകളൊന്നും മുടക്കാതെ എല്ലാത്തിനും പോയി പങ്കെടുത്തു. എന്നാൽ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുകയും നിങ്ങളത് തുടങ്ങിക്കോ, ഞാനിനി എത്തിക്കൊള്ളാം എന്ന് പറയുകയും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ടുന്ന വചനം ഇന്ന് പറഞ്ഞു തരികയും ചെയ്യുന്ന എല്ലാം അച്ഛനാണ്. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എല്ലാ മീറ്റിങ്ങിനും എല്ലായ്പ്പോഴും കടന്നു വരുന്ന അത് നമ്മുടെ CSI ഇടവകയിലെ ദേവദാനം അച്ഛൻ്റെ ഏത് മീറ്റിങ്ങുകൾ വിളിച്ചാലും അവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവിടെ കടന്നു വന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയായി നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൈത്താങ്ങായി അച്ഛൻ എല്ലായ്പ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് അച്ഛൻ കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. നമുക്ക് ചർച്ചോകോടിലെ ചെറിയാൻ പാസ്റ്ററായിരുന്നു. നമുക്ക് വളരെ എല്ലാ മീറ്റിങ്ങുകളിലും വന്ന് സംബന്ധിക്കുകയും എല്ലാത്തിനും മുഖ്യമായ ഉള്ള എല്ലാ ധാരയിൽ നിന്നുകൊണ്ട് വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു. എന്നാൽ അതിനെ പൊതുവെ മാറിപ്പോയതിന് ശേഷം പുത്തനായിട്ട് വന്ന പാസ്റ്റർ സാം ബെഞ്ചമിൻ പാസ്റ്റർ നമ്മുടെ ഇവിടെ ഈ ദേശത്ത് എനിക്ക് തോന്നുന്ന സോക്കോട്ടിൽ ഇവിടെ ഈ ആര്യമാണ് വന്നത്. എന്നാൽ ഞാൻ പോയി ക്ഷണിക്കപ്പോൾ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിക്കുകയും എന്നുള്ള പ്രതിനിധി സമ്മേളനത്തിൽ എത്തിച്ചേരാമെന്ന് പറയുകയും നേരത്തെ തന്നെ എത്തിച്ചേരുകയും നമ്മളോടൊപ്പം തന്നെ ബൈബിൾ സൊസൈറ്റിയുടെ മീറ്റിങ്ങിൽ പ്രവർത്തിക്കാനായിട്ട് സന്മനസ് കാണിക്കുകയും ചെയ്ത സാം ബെഞ്ചമിൻ പാസ്റ്ററെ ഹാർദവമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മീറ്റിങ്ങുകളിലെല്ലാം എല്ലായ്പ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിസ്റ്റർ മിനിത തമ്പാൻ സിസ്റ്റർ CSIയിലെ വൈക്കൽ ഇടവകയിലെ ചർച്ച് വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും വേണ്ടുന്ന കൈത്താങ്കൾ നൽകുകയും എല്ലാ മീറ്റിങ്ങിലും വന്ന് സംബന്ധിക്കുകയും എന്നാൽ ഇവിടെ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് അറിയിച്ചപ്പോൾ സന്തോഷമായിട്ട് സ്വീകരിക്കുകയും നമ്മുടെ മീറ്റിങ്ങിലേക്ക് വന്ന് സംബന്ധിക്കുകയും ചെയ്യുന്ന മിനിത തമ്പാനെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. പിന്നീട് നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും, അതുകൂടാതെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈസ് പ്രസിഡൻറ്റ്, അതുകൂടാതെ നമ്മുടെ സെക്രട്ടറി ആയിരിക്കുന്ന KG തോമസ് സാറ്, ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ഷൈജു സാറ്, മറ്റേ ഇതിൻ്റെ ബാക്കി ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കാനായിട്ടിരിക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സായിരിക്കുന്ന പ്രതിനിധികളായിരിക്കുന്ന നമ്മളെല്ലാവരും ഈ ക്ഷണം സ്വീകരിച്ച് സന്തോഷത്തോടെ ഈ മീറ്റിങ്ങിൽ ഈ ഉച്ചയായ സമയത്ത് സന്തോഷത്തോടെ കടന്നു വരികയും നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പാഠം വായനയാണ്. കുഞ്ഞുമോനിപ്പോടെ പാഠം വായിക്കും. അപ്പോസ്തലപ്രവൃത്തികൾ 11-ാം അധ്യായം 19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ 11-ാം അധ്യായം
19 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും യഹൂദ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. അവൻ ശൗലിനെ തിരുവാൻ തർസോസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേർ ഉണ്ടായി. ഏറ്റവും ബഹുമാനമുള്ള പാസ്റ്റർ, പ്രിയപ്പെട്ട ബ്രദർ ദേവദാനം, പാസ്റ്റർ സാം ബെഞ്ചമിൻ, സിസ്റ്റർ ബിനീത, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ വാളയം ഓസ്ട്രേലിയയുടെ ചുമതലക്കാരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും കൊല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയിലേക്ക് ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യും. നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു മീറ്റിംഗ് വരുമ്പോൾ ഒരു ധ്യാന പ്രസംഗം അതിനകത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വെപ്പ്. അപ്പോൾ അന്നേരം പിന്നെ ആരെങ്കിലും ഒന്ന് പറയണം എന്നുള്ളതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ വെച്ചായതുകൊണ്ട് ഞാൻ തന്നെ അച്ഛൻ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഓടിച്ച ആദ്യം ഓർപ്പിച്ച പോലെ ഇത് കാര്യമായിട്ടുള്ളൊരു മീറ്റിംഗ് അല്ല. അതുകൊണ്ട് കാര്യപ്പെട്ട ആളുകളെ ആരും പ്രസംഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണം അങ്ങനെ ചെയ്തത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ വായിച്ചതായിട്ടുള്ള വേദഭാഗത്ത് അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടെന്നു എന്ന് പറഞ്ഞു. നമ്മുടെ വേദപുസ്തകത്തിലെ ആകെ 3 സ്ഥലങ്ങളിലാണ് ക്രിസ്ത്യാനി, അല്ലെങ്കിൽ ഗ്രീക്കിലെ ക്രിസ്ത്യാനോസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി എന്നുള്ള പേര് 3 പ്രാവശ്യമേ എഴുതിയിട്ടുള്ളൂ ക്രിസ്ത്യാനി. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സഹോദരന്മാരെന്ന് എഴുതിയിട്ടുണ്ട്, വിശുദ്ധരെന്ന് എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാരെന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങനെ പല വാക്കുകൾ എഴുതിയേക്കുന്നത്. എന്നാൽ ക്രിസ്ത്യാനികളെന്ന് 3 സ്ഥലങ്ങളിൽ എഴുതിയിട്ടുള്ളൂ. ഒന്ന് അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായിട്ട് ക്രിസ്ത്യാനികളെന്ന് പേര് വിളിച്ചിട്ടുള്ളത്. രണ്ടാമത് അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അഗ്രിപ്പ എന്ന് പറഞ്ഞ രാജാവ് പൗലോസിനോട് സംസാരിക്കുമ്പോൾ പൗലോസിൻ്റെ ജ്ഞാനവും അറിവും ഒക്കെ കേട്ടിട്ട് പൗലോസിന് ഇദ്ദേഹം തന്നെ ഒരു പക്ഷേ ക്രിസ്ത്യാനിയായി തീരുമോ എന്നുള്ള പേടിയുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാചകമാണ്, പൗലോസെ നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയായി തീരുവാനായിട്ട് നിർബന്ധിക്കുന്നു എന്ന് ചോദിക്കുന്നതായിട്ടുള്ള രണ്ടാമത്തെ ഭാഗം. മൂന്നാമത് പത്രോസാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പത്രോസിൽ ഉപയോഗിക്കുന്നുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ലജ്ജിക്കരുത്. 3 സ്ഥലത്താണ് ക്രിസ്ത്യാനി എന്നുള്ള വാക്ക്. ഈ 3 സ്ഥലത്ത് നമ്മൾ നോക്കിയാൽ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാചകമായിട്ടല്ല എഴുതിയേക്കുന്നത്. എല്ലാം ഒരു ലജ്ജയുടെയും പരിഹാസത്തിൻ്റെയും നിന്ദയുടെയും ഒക്കെ ഭാഗമായിട്ടാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു അഭിമാനമുണ്ട്. ഞാൻ ഐ എം എ ക്രിസ്ത്യൻ എന്ന് പറയുന്നതിനകത്തൊരു അഭിമാനമുണ്ട്. എന്നാൽ അന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിച്ചിരുന്നത് ഈ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അങ്ങനെ ഒരു മരത്തിൽ തൂങ്ങിയ ഒരാളാണ് ആര്, അല്ലെങ്കിൽ മരത്തിൽ തൂക്കപ്പെട്ട, അല്ലെങ്കിൽ മരത്തിൽ ക്രൂശിൽ എന്ന് പറയുന്ന മരത്തിൽ മരണപ്പെട്ട ഒരാളാണ് ആര്, കർത്താവ്. അപ്പം ആ ക്രൂശിൽ അല്ലെങ്കിൽ മരത്തിൽ വെച്ചുണ്ടായ മരണങ്ങളെല്ലാം തന്നെ എന്താ പറയുന്നത്, ശപിക്കപ്പെട്ടവരുടെ ആണെങ്കിൽ ആ ശപിക്കപ്പെട്ട ആളിനെ അനുഗമിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് പോസിറ്റീവുള്ള അർത്ഥത്തിലല്ല അത് ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് വരുന്നത്. അപ്പം
ഈ ക്രിസ്തുവിനെ പിന്നീട് നമ്മളത് വളരെ പോസിറ്റീവായിട്ട് എടുത്തു. ഇപ്പം നമുക്ക് ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട്. ഞാൻ ഐ എം എ ക്രിസ്ത്യൻ എന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു സന്തോഷവും ഒക്കെ ഉണ്ട്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനെന്നുള്ള ഒരു വാചകത്തിലേക്ക് നമ്മൾ വരും. ക്രിസ്തു പോയ വഴി കൂടെ, ക്രിസ്തു സഞ്ചരിച്ച വഴിയിലൂടെ, ക്രിസ്തു കാണിച്ച പാതയിലൂടെ പോകുന്നു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു പ്രത്യേകമായ അർത്ഥം അതിനകത്തുണ്ട്. നമ്മുടെ ദൈവവചനത്തെ സംബന്ധിച്ച് അപ്പോൾ നമുക്ക് ഒരാളിനെ അനുഗമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളിനെ നമ്മൾ അനുസരിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളിനോട് നമുക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ആരും പറയും. ഇപ്പോൾ ഭർത്താവിനെ സ്നേഹിക്കുവാണെങ്കിൽ ഭർത്താവ് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുവാണെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയക്കാർ നമ്മൾ പറയും, ഇപ്പോൾ ഉദാഹരണത്തിന് നരേന്ദ്രമോദിയെ ഇഷ്ടമുള്ള ആളുകൾ അയാൾ പറഞ്ഞ് അനുസരിക്കും. അതാണ് അതിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ലോജിക്കുന്നത്. അതാണ് അയാൾ അനുസരിച്ചിരിക്കും. അല്ലെ ഇപ്പം രാഹുൽ ഗാന്ധി ഇഷ്ടമുള്ള ആളുകൾ അയാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, കർത്താവാണ് നമ്മുടെ നായകനെങ്കിൽ, കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. അത് അനുസരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അനുസരിക്കാനായിട്ട് ഉള്ള നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രമാണത്തിൻ്റെ പേരാണ് എന്ത്? ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിൾ എന്ന് പറയുന്നതിനൊരു ഫുൾ ഫോം പറയുന്നുണ്ട്. BIBLE എന്നുള്ളതിന് ബേസിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടതായ ചില നിർദ്ദേശങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു മിക്സി നമ്മൾ അല്ലെങ്കിൽ ഒരു ഉപകരണം നമ്മൾ വാങ്ങിക്കുവാണെങ്കിലേ അതിനോടുകൂടെ ചേർന്നൊരു ലീഫ്ലെറ്റ് കാണും. നമ്മളിവിടെ വാങ്ങിച്ചാൽ മതി, ഒരു ലീഫ്ലെറ്റ് അതിനകത്ത് കാണും. ആ ലീഫ്ലെറ്റ് നമ്മൾ നന്നായിട്ട് വായിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്. എന്താ? ഈ എൻജിൻ നമുക്ക് ഭംഗിയായിട്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതാണ് എൻ്റെ ബേസിക് തിയോളജി, ബേസിക് തിയറി. അപ്പം ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുവാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കുറച്ച് ഭംഗിയായിരിക്കും, കുറച്ച് നല്ലതായിരിക്കും. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയെന്ന് പറയുന്നത് കർത്താവിനെ അനുഗമിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ അത് എങ്ങോട്ടുള്ള യാത്രയായിരിക്കും? എങ്ങോട്ടുള്ള യാത്ര? ക്രൂശിലേക്കുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്വർഗത്തിലേക്ക്. ഇപ്പോൾ പഴയ നിയമം നമ്മൾ പഠിക്കുന്ന സമയത്ത് വാഗ്ദത്ത നാട്, പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നാ? വാഗ്ദത്ത നാട്. ഈജിപ്തിൽ നിന്ന് എവിടെ വരണം? കനാനി വരണം. അത്രേ ഉള്ളൂ. ഈജിപ്തിൽ നിന്ന് കനാനി വന്നു, അവർ ഹാപ്പിയായി, ഒരു പ്രശ്നമല്ല, ഞങ്ങൾ വാഗ്ദത്ത നാട്ടിൽ എത്തി എന്ന് പറയും. പക്ഷേ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു പ്രോമിസ്ഡ് ലാൻഡ് ഇല്ല. അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ കർത്താവ് ഇതുപോലെ പറയാണ്, നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ പ്രോമിസ്ഡ് ലാൻഡ്, പിന്നെ പുതിയത് കനാനല്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചാനെ? അമേരിക്ക ആ സ്ഥലം പിടിച്ചെടുത്തന്നെ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമേരിക്ക അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ UK അത് പിടിച്ചെടുത്തന്നെ. ഇതാണ് പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് അവരത് പിടിച്ചെടുത്തന്നെ. എന്നാൽ അങ്ങനെ അല്ല. അതുകൊണ്ടാണ് നമുക്കറിയാം പുതിയ നിയമത്തിൽ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. മറിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയാണ്. അത് ഇവിടെ എവിടെയെങ്കിലും ആണെന്നത് പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളത് പിടിച്ചെടുത്തേനെ. അപ്പം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നതിന്. കർത്താവ് ഇതൊന്നും ഉദ്ദേശിച്ചില്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വേദപുസ്തകം മുഴുവൻ നമ്മൾ ഒരു വാക്കിൽ ചുരുക്കുവാണെങ്കിൽ സ്നേഹം, അത്രേ ഉള്ളൂ. സ്നേഹത്തിനപ്പുറമായിട്ട് ഒന്നുമില്ല. നമ്മുടെ മനസ്സിലായി. ഇപ്പം നമ്മളെല്ലാം പല സഭാ വിഭാഗത്തിലുള്ള ആളുകളാണ്, പല വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളുള്ള ആളുകളാണ്. പക്ഷെ നമ്മളെ എല്ലാം കൂടെ ഒന്നിച്ച് ഈ പള്ളിയുടെ ഈ തണലിൽ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുമ്പം നമ്മളെന്താണ് ഈ ക്രിസ്തുവിലുള്ള ആ സ്നേഹത്തിൻ്റെ ഐക്യത്തിലാണ് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നുള്ളതാണ്. ഈ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ. അപ്പോൾ ഈ സ്നേഹത്തിൽ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ആ ലക്ഷ്യം എന്ന് പറയുന്നത്, പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറയുന്ന ആ ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ പോവുകയാണ്. ഇപ്പോൾ കർത്താവ് ഈ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ ഈ കാര്യങ്ങളൊക്കെ പരമേൽപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ആകാശത്തിലും ഭൂമിയിലുമുള്ള, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുക. ശ്രദ്ധിക്കണം, ഞാൻ എന്തൊക്കെയാണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ, കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസരിക്കാനായിട്ട് ഉപദേശിച്ചുകൊണ്ട് വേണം എല്ലാവരും എന്ത് ചെയ്യാനായിട്ട്? ശിഷ്യരാക്കാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനല്ലാതെ ശിഷ്യനാവാനായിട്ട് സാധിക്കത്തില്ല. അതിന് ശിഷ്യനാകാൻ നമ്മളെ സഹായിക്കുന്നത്
നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ദൈവവചനമാണ്. ഒരിക്കൽ ഗാന്ധി ഒരു പുഴയുടെ തീരത്തൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പുഴയിൽ കുളിച്ചുകൊണ്ട് നിന്നൊരു സ്ത്രീ, ഒരു യുവതിയാണ്. അപ്പോൾ ഗാന്ധിയെ കണ്ടപ്പോൾ അവർ എക്സൈറ്റഡ് ആയിട്ട് ഗാന്ധിയെ ആ പുഴയിൽ നിന്നുകൊണ്ട് ഗാന്ധിയെ അഭിവാദ്യം ചെയ്തു. അങ്ങൊരു മഹാനാണ്, അങ്ങക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങക്ക് ആയുസ് ഉണ്ടാവട്ടെ, അങ്ങക്ക് ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആ സ്ത്രീ ആ കുളിക്കുന്ന ആ പുഴയിൽ മുങ്ങി നിന്നുകൊണ്ട് അവരിങ്ങനെ ആഹ്വാനം ചെയ്തു. ഗാന്ധി അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു ഒരു തണലില്ലേ, ഗാന്ധി അവിടെ കുറച്ച് സമയം, നല്ല ചൂടുള്ള സമയം, കുറച്ച് സമയം വിശ്രമിക്കാം എന്ന് കരുതി അവിടെ നിൽക്കുന്ന സമയത്ത് ഗാന്ധി അവിടെ വന്നു എന്നറിഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ അവിടെ ഓടിക്കൂടി, ഒത്തിരി ആളുകൾ വന്നു. അപ്പോൾ ഗാന്ധി അവരോട് സംസാരിക്കുകയാണ്. ഗാന്ധി അവരോട് കുറേ നേരം സംസാരിച്ചു. ഒരു അരമുക്കാൽ മണിക്കൂറോളം അവരോട് സംസാരിച്ചു. അവരേതാണ്ട് വെള്ളം കൊണ്ട് കൊടുത്തു, രണ്ട് ഭക്ഷണം കണ്ട് കൊടുത്തു, രണ്ട് ഫ്രൂട്ട്സ് കണ്ട് കൊടുത്തു. അതെല്ലാം പുള്ളി കഴിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് അവിടുന്ന് പോവാണ്. പോകുന്ന സമയത്ത് അദ്ദേഹം നോക്കിയപ്പം ആ പെൺകുട്ടി ആ പുഴയിൽ തന്നെ പുഴയിൽ തന്നെ കിടക്കുക. അപ്പോൾ ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളിനോട് ഗാന്ധി പറഞ്ഞു, അയ്യോ, ആ കുട്ടി ഇപ്പോൾ 1 മണിക്കൂറായിട്ട് ഈ പുഴയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ്, അവൾ പനി വരും ഉറപ്പാണ്, അവളോട് പറ എത്രയും പെട്ടെന്ന് കയറി പോകാൻ പറ എന്ന് പറഞ്ഞു. അപ്പം അതേ തൊട്ടു പോയേക്കരുത് കേട്ടോ, പോയിക്കോളാം, അവളോട് കയറി പോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഗാന്ധി പറയുന്നു, 1 മണിക്കൂറായി നിങ്ങൾ കുളിക്കുക, നിങ്ങൾ ഈ വെള്ളത്തിൽ തന്നെ മുങ്ങി നിൽക്കുകയാണ്, നിങ്ങൾ കയറിപ്പോകും, നിങ്ങൾക്ക് പനി പിടിക്കും. ഗാന്ധിക്ക് നിങ്ങളെപ്പറ്റി ഭയങ്കര കൺസേണാണ്. അപ്പോഴാണ് അയാൾ ആ സത്യം മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടിക്ക് കയറാനൊക്കത്തില്ല, കാരണം അവർക്ക് ധരിക്കാനായിട്ടുള്ള മേൽവസ്ത്രം, നല്ല വസ്ത്രമില്ലാത്തത് കൊണ്ട് ഗാന്ധിയെ പോലൊരു വലിയ മനുഷ്യൻ നിൽക്കുമ്പോൾ അവർക്ക് അവിടെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ അവർക്ക് അവിടുന്ന് പുഴയിൽ നിന്ന് കയറാനൊക്കത്തില്ല. അപ്പോൾ ഈ മനുഷ്യൻ വന്ന്, നമ്മളന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ, അയാൾ വന്ന് ചെവി പറഞ്ഞു, അവൾക്കിപ്പം പുഴയിൽ നിന്ന് കയറാനൊക്കത്തില്ല, നമ്മളെല്ലാവരും പോയതിന് ശേഷം അവൾക്ക് കയറാൻ പറ്റത്തുള്ളൂ, അവൾക്ക് ശരിയായിട്ട് മറയ്ക്കാനുള്ള മേൽമുണ്ടില്ല. അന്ന് ഗാന്ധി തൻ്റെ ശരീരത്തിൽ നിന്ന് ഈ മേൽമുണ്ട് ഊരി ആ പെങ്കൊച്ചിന് കൊടുത്തിട്ട് പറഞ്ഞു, മോൾ കയറാൻ പറഞ്ഞു. അന്ന് മുതൽ അയാൾ മരിക്കുന്നിടം വരെ പറഞ്ഞു, ഇന്ത്യയിലുള്ള എല്ലാവരും ഇത് മേൽമുണ്ട് ധരിക്കുന്നിടം വരെ, എല്ലാവരുടെയും നഗ്നത എല്ലാവരും പോകുന്നത് വരെ, എല്ലാവരും നല്ല വസ്ത്രം ധരിക്കുന്നത് വരെ ഞാൻ അർദ്ധനഗ്നനായി ഒരു ഫക്കീറായി നടക്കുമെന്ന് പറഞ്ഞു. പിന്നെ അയാൾ ധരിച്ചിട്ടേ ഇല്ല. അയാൾ മരിക്കുമ്പോഴും നമുക്കറിയാം ആ ചെറിയ സാധനം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിനെ ആഴമായി സ്നേഹിച്ചിട്ടുള്ള മനുഷ്യനാണ്, കർത്താവിനെ നന്നായിട്ട് അറിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണെന്ന് പറയുമ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഗാന്ധിയെ ക്രിസ്ത്യാനിന്ന് വിളിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു, അതല്ല ഇവിടുത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുമാത്രം ഈ വചനം നമ്മൾ എന്തുമാത്രം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, ക്രിസ്തോസ് തിരുമേനി ഒരു മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ സമയത്ത് തിരുമേനിയുടെ ഇടയിലേക്ക് പത്രക്കാർ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. തിരുമേനി 2000 വർഷത്തെ ചരിത്രത്തിന് ശേഷവും 2000 വർഷത്തെ സുവിശേഷ പ്രവർത്തനത്തിന് ശേഷവും 2000 വർഷത്തെ ക്രൂസേഡുകളും കൺവെൻഷനുകളും മീറ്റിങ്ങുകൾക്ക് ശേഷവും 3% ഉള്ളല്ലോ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെന്ന്. 3%. അപ്പോൾ തിരുമേനിയുടെ കൊടുത്ത മറുപടിയാണ്, ദൈവവചനമാണ് ഞങ്ങളുടെ പ്രമാണം, ദൈവവചനം അനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്, ദൈവം കൽപ്പിച്ച കൽപ്പനകളനുസരിച്ചാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 3% കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ 3% ക്രിസ്ത്യാനികൾ ഉള്ളതെന്ന് ക്രിസ്തോസ് തിരുമേനി പകുതി കളിയായിട്ടും ബാക്കി കാര്യമായിട്ടും പറഞ്ഞു. എന്നിട്ട് തിരുമേനി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ 5% പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ 5% ക്രിസ്ത്യാനികൾ ഉണ്ടാവും. അപ്പോൾ ഒരാൾ ചോദിച്ചു 50%. അപ്പോൾ അന്നേരം തിരുമേനി അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, 50% ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഞങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഇന്ത്യയിൽ 50% ക്രിസ്ത്യാനി ആയിരിക്കും. ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആകുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചും കൊണ്ട് വേണം സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീനെന്ന് പറയുന്നതായിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു സാധ്യത ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രസംഗം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന അത്ഭുത പ്രവൃത്തികൾ കൊണ്ട്, നമ്മൾ ചെയ്യുന്ന ക്രൂസേഡുകൾ കൊണ്ട്, നമ്മൾ പറയുന്ന അന്യഭാഷ കൊണ്ട് ഒരാളിനെ നമുക്ക് ക്രിസ്ത്യാനിയാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ TV തുറന്നാലേ നമുക്കറിയാം സെക്കുലറായിട്ടുള്ള എത്ര ചാനലുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാൽ ഈ ആത്മീയ ചാനലുകളുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെ ഉണ്ട്. ആ ചാനലിലുള്ള മോറോർലെസ്
ഈ അന്യഭാഷയും അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണുന്ന ഒരാൾ പോലും അത് കണ്ടേച്ച് ഞാൻ ക്രിസ്ത്യാനി ആവുന്നില്ല. അങ്ങനെ ആകുമായിരുന്ന ഇന്ത്യയിൽ ഇപ്പം നല്ലൊരു ശതമാനം ക്രിസ്ത്യാനി ആയതിനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളീ പറയുന്ന ഈ വാചക കസർത്ത് കൊണ്ടോ നമ്മൾ ഈ കാണിക്കുന്നതായിട്ടുള്ള ഈ ജാർഗൺസ് കൊണ്ടോ ഒന്നും ആരും കർത്താവിനെ അറിയാൻ പോകുന്നില്ല. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ, അല്ല ഉണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടാവുന്നത്. ആ സ്നേഹമാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മളൊരാളിനെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. എന്നെ പുകഴ്ത്തി പറയാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ എനിക്ക് പറയാൻ ഉദ്ദേശവുമില്ല. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഉള്ളത്, ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ടല്ലോ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീടിന് തൊട്ടടുത്ത് കുറച്ച് നായർ വിഭാഗത്തിലുള്ള കുറച്ച് ആളുകളാണ് താമസം. അതിൽ ഒരു അവർ പശുവിനൊക്കെ വളർത്തി ജീവിക്കുന്ന ഒരു പാവപ്പെട്ട ആൾക്കാരാണ്. അവരുടെ രണ്ടാമത്തെ മകന് പട്ടാളത്തിൽ പോകാനുള്ള ഒരു താല്പര്യമാണ്. അപ്പം അവർക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പോയി പറഞ്ഞു 1,00,000 രൂപ അന്നത്തെ കാലത്ത് വേണം. എനിക്കൊന്നൊരു 2008-ലോ 2009-ലോ മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ. 10-15 വർഷത്തേക്കുള്ളായി. അപ്പോൾ അവരുടെ കുറേ ബന്ധുക്കളടുക്കലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ 1,00,000 രൂപ വേണം. ഒരു മാർഗ്ഗമില്ല. കാരണം അവർ ഈ പശുവിനൊക്കെ വളർത്തി അന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നതാണ്. കൊടുക്കാനായിട്ടുള്ള സ്ഥലമാണെങ്കിൽ പോലും വഴിയില്ലാത്ത സ്ഥലമാണ്, നടന്നു പോകുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള കുറച്ച് സ്ഥലമാണുള്ളത്. പിന്നെ അങ്ങനെ സ്വർണ്ണം ഒന്നുമില്ല, അങ്ങനത്തെ ഒരു. അപ്പോൾ അവരുടെ കുറേ ബന്ധുക്കളോടും ഒക്കെ ഇങ്ങനെ കുറച്ച് പൈസ വേണം, ചെറുക്കനിങ്ങനെ പട്ടാളത്തിൽ വിടാനാണ്, അവനങ്ങ് രക്ഷപ്പെടും, അവൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പതുക്കെ പൈസ തന്നോളാം എന്നൊക്കെ പറഞ്ഞു. ഒരു പക്ഷേ അന്ന് ഇച്ചിരി വലിയൊരു എമൗണ്ട് കൂടെ ആയിരിക്കും അത്. അങ്ങനെ ആരും കൊടുത്തില്ല. അപ്പോൾ അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നി, നമുക്ക് എന്തുകൊണ്ട് സാറിനോട് ചോദിക്കാൻ പറ്റത്തില്ല, നമുക്ക് ശമൽ സാറിനോട് ചോദിക്കും. അപ്പോൾ അവർ ഭാര്യയും ഭർത്താവും കൂടെ, അപ്പോൾ പുള്ളിക്ക് അത്ര വലിയ കഴിവുള്ള ആളൊന്നുമല്ല, അവർ രണ്ടും കൂടെ ഒരു ദിവസം വീട്ടിൽ വന്നു. ഞാൻ അന്ന് എനിക്ക് തോന്നിയ ഗുജറാത്തിലോ മറ്റോ അച്ഛനായിട്ടിരിക്കുന്ന സമയമാണ്. അവർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു, അവരാരും തന്നില്ല. അപ്പം എൻ്റെ ഫാദർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപയാണ് ആവശ്യമായിട്ട് വരുന്നത്? പറഞ്ഞു, പിന്നെ സാറേ ഞങ്ങൾക്ക് 1,00,000 രൂപയാണ് വേണ്ടത്. ഞങ്ങളുടെ ഏകദേശം ഒരു 10-25,000 രൂപകൾ ഞങ്ങൾ കൂടുന്നുണ്ട്, ബാക്കി പൈസ സാറൊന്നും തരാമെന്ന് വരികയില്ല, എങ്ങനെ സംഘടിപ്പിച്ചോ? അച്ഛൻ്റെ കാണത്തില്ലെന്നറിയാം, എന്നാലും എൻ്റെ ബ്രദറാണ് പറഞ്ഞു, മനുവിനോടോ ഒന്ന് ചോദിച്ചോ, അല്ലെ സാറൊന്ന് സംഘടിപ്പിച്ച് തന്നാലേ അവന് ജോലി കിട്ടുന്നതായിട്ട് സമയത്ത് ഞങ്ങൾ തിരിച്ചിങ്ങ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ജോലി കിട്ടുമെന്നോ ഒന്നും ഒരു ഉറപ്പൊന്നുമില്ല, അവരെ കൊണ്ട് തിരിച്ചടയ്ക്കാനായിട്ടുള്ള നിവൃത്തിയില്ല. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, എന്നാണ് പൈസ വേണ്ടത്? അപ്പോൾ അവർ പെട്ടെന്ന് കരയുക. പറഞ്ഞു, ഞാൻ തരാം, അവൻ രക്ഷപ്പെടാനല്ലേ, ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പൈസ സംഘടിപ്പിച്ച് ആ പയ്യന് കൊടുത്തു. എൻ്റെ ഫാദർ അവനെ പ്രാർത്ഥിച്ചു വിട്ടു. അപ്പോൾ പട്ടാളത്തിൽ നല്ല ഒന്നാന്തരം ഒരു ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫാദർ 2018 മരിക്കുന്നിടം വരെ അവൻ എന്നൊക്കെ അവധിക്ക് വന്നിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാതെ അദ്ദേഹം വന്നിട്ടുമില്ല, പോയിട്ടുമില്ല. അങ്ങനെ പോയിട്ടുള്ളൂ. ഇന്ന് ഞാൻ അവിടെ ഞാൻ വല്ലപ്പോഴുമാണ് വീട്ടിൽ പോകുന്നത്. ഞാൻ അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞാൽ, ഞാൻ അവിടെ വന്നു എന്നറിഞ്ഞാൽ, അവൻ അവധിക്കുള്ള സമയമാണ്, അധികമൊന്നുമില്ല, ഉണ്ടെങ്കിൽ അവിടെ വന്ന് ആ സ്നേഹം പ്രകടിപ്പിക്കാതെ പോവുകയല്ല. കർത്താവെന്ന് പറയുന്നത്, കർത്താവിനോട് എന്താണ് പറയുന്നത്, അവന് ക്രിസ്ത്യാനി ആകാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉള്ളിലുണ്ടെന്നേ മാത്രമേ ഉള്ളൂ. എന്നല്ല, ഒരു റിയൽ ക്രിസ്ത്യൻ ആണ്. ഞാൻ പറഞ്ഞ നമ്മുടെ സ്നേഹത്തിലൂടെ അല്ലാതെ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്, അതാ പറഞ്ഞു രണ്ടുണ്ടേ ഒന്ന് കൊടുക്കുന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ അതാണ്. അടുത്ത സമയത്ത് തീത്തോസ് തിരുമേനിയുടെ ഒരു പ്രസംഗം കേട്ടപ്പോൾ പറഞ്ഞു, രണ്ട് കിഡ്നി തന്നേക്കുന്നത് ഒന്ന് പാവപ്പെട്ടവന് കൊടുക്കാനാണ് തിരുമേനി. എന്താ വെച്ചാൽ രണ്ടിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചത്. നമ്മളൊരു 125 കൊല്ലം 150 കൊല്ലം ജീവിച്ചാൽ നമുക്ക് ഒരു കിഡ്നിയുടെ ആവശ്യമേ ഉള്ളൂ. 150 വർഷം ജീവിക്കാൻ ഒരു കിഡ്നി മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ബേസിക്കായിട്ടുള്ള. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ തിരുവനന്തപുരം പറഞ്ഞാൽ രണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്ന് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ പറയാം, ഒന്നും വേണ്ട, നമുക്ക് ആളുകളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് അവരോട് സ്നേഹമായിട്ട് വർത്താനം പറഞ്ഞ് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് നമ്മൾ പറയാൻ സാധിക്കുമെന്ന് വരികില്ലേ, ഞാൻ പറയും നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പള്ളിയിൽ ഒരു മനുഷ്യനെ ഞങ്ങൾ വിളിച്ച്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയുള്ള ഒരാളിനെ വിളിച്ച്, ഈ പള്ളിയിൽ വിളിച്ച് ഞങ്ങളൊരു ആദരവ് പറഞ്ഞു. നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു എല്ലാം. അദ്ദേഹത്തിന് ചുമ്മാ ഒരു ആദരവൊക്കെ നല്ല വാക്കൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു പൊന്നാടയൊക്കെ അണിയിച്ചു കൊടുത്തു ഞങ്ങൾ. ആ മനുഷ്യനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം പഠിച്ച പാട്ടുകൾ മുഴുവൻ എന്നെ ഇരുന്ന് പാടി കേൾപ്പിച്ചു. പറഞ്ഞു, അച്ഛോ ബൈബിൾ ഞാൻ എന്നും വായിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്, അച്ഛനൊന്ന് പാടി കേൾപ്പിക്കട്ടെ
ഞാൻ പറഞ്ഞ കേൾക്കാം. ട്യൂണൊന്നും അത്ര ശരിയാണോ എന്നുള്ളതല്ല, എന്ത് ആവേശത്തോടു കൂടിയാണ് ആ പാട്ടുകൾ പാടുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്നും ദൈവവചനം വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മളൊരു സ്നേഹം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നില്ല. അതാണ് ഈ പുസ്തകം മുഴുവൻ എഴുതി വെച്ചേക്കുന്നത്. അല്ല അതിനകത്തൊന്നുമില്ല. അതിനകത്ത് കിടന്ന് ചാടി മറിഞ്ഞ് ബഹളം ഉണ്ടാക്കി അതുകൊണ്ടൊന്നും നമുക്ക് ആരെയും നേടാനൊക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ സ്നേഹം കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റാത്തതായിട്ട് ലോകത്തിലൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം മാറി മറിയും. ഒരു ഭർത്താവിനെ നേടാൻ ഒരു ഭാര്യയ്ക്ക് അയാളെ ചീത്ത വിളിച്ച് അയാളെ വഴക്കുണ്ടാക്കി അയാളെ അടി ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സ്നേഹത്തിലൂടെ അല്ലാതെ അയാളെ മാറ്റാൻ ഒക്കത്തില്ല. ഒരു ഭാര്യയെ അങ്ങനെ തന്നെ ഇന്ന് അവളെ ഇന്ന് ഞാൻ ശരിയാക്കണം, ഒന്നും ശരിയാകാൻ പോകുന്നില്ല. സ്നേഹത്തിലൂടെ മാത്രമേ നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതാണ്, ആ സ്നേഹമാണ് പ്രധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ ഈ എന്താ പറയുക, അങ്ങനെ സ്ട്രക്ചേർഡായിട്ട് ഇങ്ങനെ ഒന്നും അങ്ങനെ പറയുമല്ല. ഞാൻ എൻ്റെ ആ ഒരു ഫ്ലോയിൽ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി നമ്മളെടുക്കും. ഒരു കാലത്ത് ലജ്ജയോടുകൂടി ആളുകൾ വിളിച്ചതാണ്, അല്ലെങ്കിൽ പരിഹാസത്തോടും നിന്ദയോടും കൂടി ആളുകൾ വിളിച്ചതാണ്. ഇന്ന് നമ്മൾ തൻ്റെ ഇടത്തോടെ ഏറ്റെടുത്തു. ഒരു കാലത്ത് ക്രൂശ് എന്ന് പറയുന്നത് നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ആയിരുന്നു. ഇന്ന് ക്രൂശ് എന്ന് പറയുന്നത് അഭിമാനത്തോടുകൂടി നമ്മൾ ഏറ്റെടുക്കുന്നതാണ്. ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമാണ് അതിനകത്ത് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു അഭിമാനം എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഭിമാനം, ദൈവവചനം അനുസരിക്കുന്നതിൻ്റെ അഭിമാനമാകണം, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അഭിമാനമായിട്ട് മാറണം. ദൈവത്തെ അതുകൊണ്ട് എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്താ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹവും സഹോദരന്മാരോടുള്ള യേശുവിലുള്ള വിശ്വാസവും സഹോദരന്മാരോടുള്ള സ്നേഹവും എന്ന് പറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പക്ഷിക്ക് ഒരു ചിറക് കൊണ്ട് പറക്കാനൊക്കത്തില്ലല്ലോ. യേശുവിലുള്ള വിശ്വാസവും വേണം, സഹോദരങ്ങളോടുള്ള സ്നേഹവും കൊണ്ട് ഒരുമിച്ച് നമ്മൾ പറന്നിടുമെന്നൊക്കെയുള്ള പാട്ടൊക്കെ പാടും. അങ്ങനൊന്നും ആരും പറക്കാൻ പോകുന്നില്ല. പറക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 ചിറകുകളും ഒന്നിച്ച് പോകണം. യേശുവിലുള്ള വിശ്വാസവും സഹോദരങ്ങളോടുള്ള സ്നേഹവും ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ തക്കവണ്ണമാണ് വാളകത്ത് താമസിക്കുന്ന, ഈ ദേശത്ത് താമസിക്കുന്ന വിവിധ സഭാവിഭാഗങ്ങളിലുള്ള നമ്മളെ കർത്താവ് വിളിക്കുകയാണ്. നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നേ, നിങ്ങളെല്ലാം ഇവിടെ ഒരു വലിയ പ്രതിസന്ധിയുള്ള സമയത്ത് നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നേ, നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ദൈവസ്നേഹത്തിലൊന്ന് നിന്നേ, ഇവിടെ അത്ഭുതം ഉണ്ടാകും. വാളകത്ത് അത്ഭുതം ഉണ്ടാകും, നിശ്ചയമായിട്ടും ഉണ്ടാകും. അല്ലാതെ ഒരു അത്ഭുതം ഉണ്ടാകും. നമുക്കെല്ലാം ഒരുമിച്ച് ആ സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഇടയാകണം. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും പിന്തുണയും കരുതലും എല്ലാം ഉണ്ടാവണം. നിറഞ്ഞ പ്രാർത്ഥന ഉണ്ടാകണം, നിറഞ്ഞ സ്നേഹം ഉണ്ടാകണം. എപ്പോഴും സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കണം, നല്ല വാക്കുകൾ പറയണം, ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയണം, സ്നേഹിക്കുന്ന വാക്കുകൾ പറയണം. ഈ മുറിവിനതിൽ നമ്മൾ മുളക് പുരട്ടുന്ന ഒന്നും പറയരുത്. നമുക്ക് മനസ്സിൽ ചിലപ്പോൾ കാണുമായിരിക്കാം, പക്ഷേ എന്നാൽ സംസാരിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ, നമ്മൾ പറയുന്നത് ഉപ്പിനാൽ രുചി വരുത്തതും കൃപയോടുകൂടിയതുമായ വാക്കുകൾ നമ്മൾ സംസാരിച്ച്. ഇപ്പം ഇപ്പം ഒരു ഓർത്തഡോക്സിലെ ഒരു അച്ഛൻ, ഒരു യാക്കോബായിലെ ഒരു അച്ഛൻ നമ്മൾ ഇരിക്കുവാണെങ്കിൽ ആണെങ്കിലും പരിമല തിരുമേനിയെ പറ്റി നമുക്ക് പറയാം. പക്ഷേ ഒരു മാർത്തോമാ അച്ഛനും ഒരു ഓർത്തഡോക്സ് അച്ഛനും ഇരിക്കുമ്പം പരിമല തിരുമേനിയെ പറ്റി പറഞ്ഞ ഒരു പ്രശ്നം നമുക്ക് തോന്നത്തില്ല. പക്ഷേ ചേപ്പാട്ട തിരുമേനിയെ പറ്റി പറഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഇപ്പം ഇവിടെ പാസ്റ്റർ ഇരിപ്പുണ്ട്, CSIയിലെ അച്ഛൻ ഇരിപ്പുണ്ട്. ഇപ്പം ഇവിടെ പല ഇതിലുണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പറ്റി പറയാവൂ, ക്രിസ്തുവിൻ്റെ കരുതലിനെ പറ്റി പറയാവൂ, ക്രിസ്തുവിനെ അനുസരിക്കുന്നതിനെ പറ്റിയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനെ പറ്റി പറയാവൂ. അങ്ങനെയുള്ളത് നമ്മളവിടെ ഉപയോഗിക്കാവുള്ളൂ. ഇതിനൊക്കെയുള്ള പ്രൂഡൻസ് എന്ന് ഇംഗ്ലീഷ് പറയും, ഒരു വാക്കാണ് പ്രൂഡൻസ്. എന്ന് വെച്ചാൽ നല്ലതായിട്ട് ഇതേപ്പറ്റി ആലോചിച്ച് വേണം സംസാരിക്കാൻ. നമ്മൾ കേൾക്കുന്ന ആളുകൾ വളരെ പ്രധാനപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് ഇടയാകണം. അതിന് പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്കതിന് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും പിന്തുണയും ബൈബിൾ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയത്ത് ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം ഒരു സോറി പറയും. അവർക്ക് പ്രാർത്ഥന 4:30 മണിക്കാണെന്നുള്ള ധാരണയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ ഒരുങ്ങിക്കൊണ്ടെങ്കിൽ അപ്പോഴാണ് ജോയി സാർ ആദ്യം വിളിക്കുന്നത്. അത് 4:30 എത്താമെന്ന് വിചാരിച്ചൊക്കെയാണ് അങ്ങനെ ചെയ്തത്. 4:30 കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി. വിളിച്ചത് നന്നായി. ഈ വാളകം ബ്രാഞ്ചിനെ കുറിച്ച് നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓസ്ട്രേലിയയിലെ അച്ഛനൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. നമ്മൾ രൂപപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ.
നല്ലൊരു എമൗണ്ടൊക്കെ നമ്മളെ പിരിച്ച് അവിടെ അടയ്ക്കുകയുണ്ടായി. അതിലൊക്കെ അച്ഛന് ഒത്തിരി സന്തോഷമാണ്. ഇപ്പോൾ കാണുമ്പോൾ ചോദിക്കും എങ്ങനെയുണ്ട് ബ്രാഞ്ച് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന നമുക്ക് ജോർജി വർഗീസച്ചനായിരുന്നല്ലോ. ചില സ്ഥലം മാറിപ്പോയി. നമുക്ക് ആ ഒരു സ്ഥാനം വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. ഈ ബ്രാഞ്ചിൻ്റെ ഒരു വലിയൊരു പദവിയാണ് എനിക്ക് തന്നിരിക്കുന്നത്, രക്ഷാധികാരി എന്നാണ് പറയുന്നത്. കൃപയാൽ കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം പോയി എനിക്കൊന്നും വരാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരു ഇടവകയുടെ ചാർജ് എനിക്കുണ്ടായത്. അവിടെ അല്ലാതെ ഞായറാഴ്ചയാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണ് വരാൻ സാധിക്കുക. എന്നാൽ ഏപ്രിൽ 30 ആയപ്പോൾ ചാർജ് എല്ലാം വിട്ടു. ഇപ്പോൾ ഫ്രീ ആണ്. അതുകൊണ്ട് വരാൻ സാധിച്ചു. താമസത്തിന് ക്ഷമാപണം. ഇവിടെ ബഹുമാനപ്പെട്ട ബിനു അച്ഛൻ മനോഹരമായ ഒരു ധ്യാന പ്രസംഗം നടത്തി. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ തമ്മിൽ സ്നേഹത്തോടെ ഇടപെടണമെന്നൊക്കെ പറയുകയുണ്ട്, സന്തോഷത്തോടെ ഇടപെടണം. തീർച്ചയായിട്ടും ശരിയാണ്. ഭാരതത്തിൽ ക്രൈസ്തവർ സഭാ വ്യത്യാസം കൂടാതെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ 50%, 20%-എങ്കിലുമൊക്കെ ക്രൈസ്തവർ ഉണ്ടായാലും ഇപ്പോൾ 2.5% കണ്ടുള്ളതെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ പ്രാദേശികമായി സഭയുടെ ഭിന്നതകളൊക്കെ വിട്ടിട്ട് ഇങ്ങനെ യോജിക്കാവുന്ന എക്യൂമെനിക്കൽ രംഗത്തെല്ലാം ഒരുമിച്ച് കൂടണം എന്നാണ് എനിക്കും പറയാനായിട്ടുള്ളത്. ഇന്ന് രാവിലെ പള്ളിയിൽ വായിച്ച വേദഭാഗം, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരുടെ തുല്യനാകുന്ന ഭാഗമാണ് വായിച്ചത്. സഭ ഒരു കെട്ടിടമാണ്. ഞങ്ങളുടെ സെൻറ്ററിൽ വില്ലൂര് ഇടവക ഇപ്പോൾ പുള്ളിയെ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ അച്ഛനെ ചോദിച്ചാൽ എവിടം വരെ പണി? അതിൻ്റെ പില്ലർ തീർന്നെന്ന് പറഞ്ഞു. ഒരു കെട്ടിടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തൂണുകളെന്ന് പറയുന്നത്. സഭ എന്ന കെട്ടിടത്തിനും അടിസ്ഥാനപരമായ 6 തൂണുകളുണ്ട്. ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ അതിൻ്റെ പേര് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, പ്രസംഗിക്കാൻ പോവുകയല്ല. അത് ബൈബിളിൽ പറയുന്നുണ്ട്, അതിൻ്റെയൊക്കെ നിർവചനമൊക്കെ പറയുന്നുണ്ട്. എന്താണ് ആ തൂണുകളെ പറയുന്നത്? ഒന്നാമത്തെ തൂണ് സുവിശേഷമാണ്. എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. പൗലോസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സുവിശേഷം. കർത്താവ് ജനനസമയത്തും അത് തന്നെ പറഞ്ഞല്ലോ, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം. എന്താ? കർത്താവ് ക്രിസ്തു രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടം നിങ്ങൾക്കായി ഇന്ന് ജനിച്ചിരിക്കുന്നു. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം രണ്ടാമത് പറയുന്ന പില്ലറെന്ന് പറയുന്നത് വിശ്വാസമാണ്. അതിന് നിർവചനമുണ്ട്. വിശ്വാസം എന്നതോ അറിയാവുന്നല്ലേ? ആശീർവപ്പും നിശ്ചയവുമാകുന്നു. അപ്പം നമ്മൾ ആ പില്ലറുകളിലാണ് ബാക്കി ഭിത്തിയൊക്കെ പണിത് വരുന്നത്. അത് ചേർത്താണ് പണിയുന്നത്. മൂന്നാമത്തെ ഭക്തിയാണ്. അപ്പോൾ ഒന്നാമത്തത് സുവിശേഷം, രണ്ടാമത്തത് വിശ്വാസം, മൂന്നാമത്തത് ഭക്തി. എന്താണ് ഭക്തി? നിർവചനം: പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവിടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താൽ കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുള്ളതുമാകുന്നു. യാക്കോബ് 1:27 വാക്യമാണ്. ഭക്തിക്ക് നിർവചനമുണ്ട് അവിടെ. പിന്നെ വചനമാണ്. വചനത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു അധ്യായമാണ് 119 സങ്കീർത്തനം. എല്ലാ വാക്കുകളും വചനമോ കൽപ്പനയെന്നോ ചട്ടങ്ങളൊക്കെ ഉണ്ട്. വ്യക്തമായി ഇപ്പം നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പ്രകാശം. ദിനംതോറും നാം നടക്കുന്നത്, നയിക്കുന്നത്, പോകുന്നത്, വരുന്നതെല്ലാം വചനത്തിൻ്റെ മുൻപിലായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ന്യായവിധി. ഒരു ന്യായവിധി ഉണ്ട് എല്ലാവർക്കും ഈ ജീവിതത്തെക്കുറിച്ചൊക്കെ. ന്യായവിധിയെക്കുറിച്ചും പറയുന്നു. ന്യായവിധി എന്നതോ യോഹന്നാൻ 3:19 പറയുന്നു, വെളിച്ചം വന്നുകൊണ്ടിരുന്നിട്ടും വെളിച്ചത്തേക്കാൾ മനുഷ്യൻ ഇരുളിനെ സ്നേഹിച്ചതാകുന്ന ന്യായവിധി എന്ന് പറയുന്നുണ്ട്. ന്യായവിധി കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ പില്ലർ തൂണെന്ന് പറഞ്ഞ നിത്യജീവനാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാൻ 17:3 പറയുന്നു, പിതാവായ ദൈവത്തെയും എൻ്റെ പുത്രനെ എന്നെ അറിയുന്നത് തന്നെ നിത്യജീവനാകും. അപ്പം ഞാൻ പറയാൻ വരുന്നത്, നമ്മുടെ ഈ പില്ലർ അടിസ്ഥാനപരമായ കാര്യങ്ങളിലായിരിക്കണം നമ്മൾ ദിനംതോറും ഈ സഭ എന്ന കെട്ടിടത്തെ പണിതുയർത്തേണ്ടത്. കെട്ടിടം പണിയാൻ്റെ നമുക്കറിയാം, പില്ലറുകൾക്കിടെയെല്ലാം ഇങ്ങനെ കട്ട വെച്ചാണ്. എന്താ കട്ടകളെന്ന് പറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയം. അപ്പോൾ ഈ ഇഷ്ടികകൾ വെച്ച് പണിയപ്പെടുന്നത് ഈ പില്ലറുകളുടെ ഇടയിലായിരിക്കണം. അച്ഛൻ പറഞ്ഞു സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
തീർച്ചയായിട്ടും അങ്ങനെ പണിയപ്പെടുന്ന ഒരു കെട്ടിടം, ഒരു സഭ, പേരുകളൊക്കെ നമ്മളിട്ടതാണ്. മാർത്തോമോസ ഇട്ടതാണ്, ബന്ധുക്കോസ CSA അവരിട്ടതാണ്. കർത്താവിൻ്റെ സഭ ഇതൊന്നും അല്ല. കർത്താവിൻ്റെ സഭയിൽ ഇവരൊക്കെ കാണുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സഭയിൽ നിന്ന് കെട്ടിടം പണിയേണ്ടത് ഈ 6 പില്ലർ വെച്ചുകൊണ്ടാണ്. ആ പില്ലറിനോട് ചേർത്ത് ഇഷ്ടികകൾ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, പിന്നെ വിശ്വസ്തത, നിരജയം. അതുകൊണ്ട് നമ്മുടെ ഈ ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്യത്തോടെയും ഈ അടിസ്ഥാനത്തിലും ആയിരിക്കാനും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ സഭകളും ഒരുമിച്ച് കൂടി സമയാസമയങ്ങളിൽ എല്ലാ ആഴ്ചയും ഒരു മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ കൂടി ഏറെ ആളുകൾ ഒരുമിച്ച് കൂടി നമ്മുടെ ഈ ഒരുമ, ഈ ഐക്യം ഈ സമൂഹം കാണത്തക്കവണ്ണം ചേർന്നിടയായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൻ്റെ ഭാരവാഹികളെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന നല്ല റിപ്പോർട്ടൊക്കെ വലിയ കാര്യമാണ്. ചില ബ്രാഞ്ചൊക്കെ തുടങ്ങിയിട്ട് നിന്നുപോയ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെയല്ല. നമ്മൾ ഈ പ്രദേശത്ത് ഒരുപാട് ക്രൈസ്തവരുണ്ട്. തീർച്ചയായിട്ടും മുൻപോട്ട് കൊണ്ടുപോകാനിടയായിട്ട് തീരണം. ഇത്രയും അതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി പുതിയ വർഷത്തേക്ക് ഒരു പ്രസിഡൻറ്റിനെ ആവശ്യമുണ്ട്. പ്രസിഡൻറ്റ് അതാരായിരിക്കണം എന്നുള്ളത് നിർദ്ദേശിക്കാം, ഒരാൾക്ക് പിന്താങ്ങാം. ബിനു അച്ഛൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു. ആരാ പിന്താങ്ങുന്നത്? പിന്താങ്ങിയിരിക്കുന്നു. വേറെ പേര് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോൾ ബിനു അച്ഛനെ നമ്മൾ പുതിയ പ്രസിഡൻ്റായിട്ട് എന്താ പറയുന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു. സന്തോഷം. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബൈബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രതിനിധി സമ്മേളനത്തിൽ വന്നു ചേരുവാൻ, നമുക്കൊരുമിച്ച് ആയിരിക്കുവാൻ ദൈവം തന്ന ഈ നല്ല അനുഭവത്തിനായി ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു. പ്രത്യേകിച്ച് നമ്മുടെ വാളകം ബ്രാഞ്ചിലെ ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ ഭംഗിയായി കഴിഞ്ഞ നാളുകളിൽ നടത്തപ്പെട്ടു. അനേകരുടെ പ്രാർത്ഥനയും വിവിധ സഭകളുടെ സാന്നിധ്യവും ഒക്കെ അതിലുണ്ടായിരുന്നു. തുടർന്നുള്ള നാളുകളിലും ഒരുമിച്ച് ഇവിടെ പറഞ്ഞ പ്രിയമുള്ള അച്ഛന്മാരിലൂടെ നാം കേട്ടതുപോലെ മനസ്സിലാക്കിയതുപോലെ നമുക്ക് ഐക്യത്തോടുകൂടെ ഒരുമയോടുകൂടെ ഈ ഒരു കൂട്ടായ്മ വരുന്ന ആളുകളിൽ സന്തോഷത്തോടുകൂടി നിർവഹിക്കാം. അതിന് സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ വളകം ബ്രാഞ്ചിൻ്റെ പ്രത്യേകിച്ച് പ്രസിഡൻ്റായിട്ട്, പുതിയ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയമുള്ള ബിനു അച്ഛന് എല്ലാവിധത്തിലുള്ള നന്മകളും ആശംസിക്കുന്നു. നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുന്നതിനും നല്ല നിർദ്ദേശങ്ങൾ നൽകി ഈ വളകം ബ്രാഞ്ചിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം സഹായിക്കട്ടെ. കൂടി വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഒരിക്കൽ കൂടി പ്രിയമുള്ള അച്ഛന് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. നമുക്ക് പാട്ടിൻ്റെ 2 സൻസ പാടി സ്തോത്രകാഴ്ച കഴിക്കാം. സ്തോത്രകാഴ്ച. ഞാൻ എൻ്റെ താഴ്ചയിലോർത്ത ഈശനെ വർണ്ണിച്ചിടാൻ എനിക്കെൻ്റെ നാവു പോരായേ.
തൈശനെ. കൃതജ്ഞത പ്രകാശിപ്പാനായിട്ട് സെക്രട്ടറി തോമസ് സാർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തോമസ് ഡാനിയൽ അച്ഛൻ, വേദിയിലായിരിക്കുന്ന ബിനു സി ശ്യാമൽ അച്ഛൻ, ദേവദാനമച്ഛൻ, പാസ്റ്റർ സാം ബെഞ്ചമിൻ, പ്രിയപ്പെട്ട നിമിത തമ്പാൻ, പ്രിയമുള്ള ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകരെ, സ്നേഹമുള്ളവരെ, ഇത്തരത്തിലൊരു മീറ്റിംഗ് അടിയന്തരമായി കൂടുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പുതിയ വർഷത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ഉടൻ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സമയബന്ധിതമായി നമ്മൾ കേരള റീജിയൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. അത്തരത്തിലുള്ള പുതിയ പരിപാടികൾ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾക്ക് സഹായമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ മീറ്റിങ്ങിന് അധ്യക്ഷനായിരുന്നത് നമ്മുടെ ബ്രാഞ്ചിൻ്റെ രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ഡാനിയൽ അച്ഛനാണ്. അച്ഛന് കഴിഞ്ഞ വർഷം ഇവിടെ അച്ഛൻ തന്നെ സൂചിപ്പിച്ചതുപോലെ തിരക്കുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അച്ഛനെ അല്പം തിരക്കൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് നമ്മുടെ മീറ്റിങ്ങിനൊക്കെ സജീവമായി പങ്കെടുക്കും. പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് ഈ മീറ്റിങ്ങിന് അധ്യക്ഷനായി ഇരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. പ്രിയപ്പെട്ട ബിനു സി, സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചിന്തയും ദാർശനിക രീതിയിലുള്ള സ്വഭാവങ്ങളും ഈ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാൻ തീർച്ചയായിട്ടും അതിന് ഗുണകരമാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ ഓർക്കുന്നു, മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വാളകത്ത് നടത്തിയ ഒരു മീറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രസംഗം ആദ്യോടന്തം കേട്ട ഒരാളാണ് ഞാൻ. അന്ന് അച്ഛൻ്റെ ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും സ്നേഹവും ആ പ്രസംഗത്തിലൂടെ ഞങ്ങൾക്കൊക്കെ കാണുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും അച്ഛൻ ഈ ബ്രാഞ്ചിൻ്റെ ചുമതലയിൽ വന്നത് നമുക്കൊരു പുതിയ കാൽവെപ്പായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അച്ഛനെ ഈ ബൈബിൾ സൊസൈറ്റിയുടെ വാളകം ബ്രാഞ്ചിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതിലും ഇത്തരത്തിൽ മീറ്റിംഗ് മുന്നോട്ട് നയിച്ചതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി വളരെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ദൈവദാനം ജെയിംസ് അച്ഛൻ നമ്മുടെ CSI പള്ളികളെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിനും അവരുടെ സഹകരണം കൂടുതലായി ഈ ബ്രാഞ്ചിന് നൽകുന്നതിനും വളരെയധികം സഹായിക്കുന്നു. എല്ലാ മീറ്റിങ്ങുകളിലും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി വളരെ വിനയപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ബെഞ്ചമിൻ പാസ്റ്റർ ഞങ്ങൾ വളരെ സന്തോഷത്തോടാണ് ഓർക്കുന്നത്. ഈ ചെറിയാൻ ജാക്കോ പാസ്റ്റർ ഞങ്ങൾക്ക് നൽകിയ സംഭാവന വളരെ വലുതാണ്. ഈ പെന്തക്കോസ് സഭയെ പ്രതിനിധീകരിച്ച് യഥാർത്ഥത്തിൽ ചെറിയാൻ പാസ്റ്റർ നൽകിയിട്ടുള്ള സേവനം ഞങ്ങൾ ആരും തന്നെ വിസ്മരിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് ഞങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട സാം ബെഞ്ചമിൻ പാസ്റ്ററിൽ നിന്ന് അതിൽ കൂടുതൽ സഹകരണം ഈ ബ്രാഞ്ചിൽ നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും പാസ്റ്ററുടെ സഹായവും സഹകരണവും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ ബ്രാഞ്ചിന് നിർലോഭമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട പാസ്റ്റർ ഈ പരിപാടിയിൽ പ്രാർത്ഥനയിൽ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തതിൽ സന്തോഷമുണ്ട്. വളരെ ബഹുമാനപൂർവ്വമുള്ള സന്തോഷവും സ്നേഹവും വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. സിസ്റ്റർ നിമിത തമ്പാൻ നമ്മുടെ വനിതാ പ്രാതിനിധ്യത്തിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് നല്ല ചിന്തയും പലപ്പോഴും നമുക്ക് ധ്യാനപ്രസംഗമൊക്കെ നടത്തി നമ്മളെ സഹായിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്ററിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിനിധികളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പള്ളിയിൽ നിന്നുള്ളൊരു സാന്നിധ്യം വളരെ വലുതാണ്. പ്രിയപ്പെട്ട ജോയ്ക്കുട്ടി സാറിൻ്റെയും ജൂബിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സഹകരണം ഞങ്ങൾക്ക് വളരെയധികം ലഭിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രത്യേകിച്ച് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഷൈജു സാറ്, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും വളരെ സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
അപ്പോൾ മിനിത സിസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ യോഗ അവസാനിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഈ ശാന്തമായ നിമിഷത്തിൽ അങ്ങയുടെ ദൈവാലയത്തിൽ ആയിരുന്ന് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകിയല്ലോ. ദൈവമേ, ബൈബിൾ സൊസൈറ്റിയുടെ വാളകം ബ്രാഞ്ചായി ഞങ്ങൾക്ക് കർത്താവെ പുതിയ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുവാനും ദൈവവചനം കേൾക്കുവാനും അവിടുന്ന് സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ ശുശ്രൂഷ ഈ ഒരു ബൈബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിലൂടെ പ്രദേശത്തും ഞങ്ങളായിരിക്കുന്ന ഇടവകളിലും നിർവഹിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ. തിരുവചനത്തിലൂടെ ഞങ്ങൾ ശ്രവിച്ചതുപോലെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന നാമധേയത്തിൽ മാത്രമല്ല, ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നിലനിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അനേകം മക്കളെ നേടുവാൻ അവിടുന്ന് സഹായിച്ചു കൊള്ളണമേ. അവിടുന്ന് നൽകിയിരിക്കുന്ന ആത്മീയ ഫലങ്ങൾ ഞങ്ങളിൽ നിന്നും ഉളവാകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവെ, ഓഫീസേഴ്സായി പ്രവർത്തിക്കുന്ന എല്ലാ സാർമാരെയും അതുപോലെ വിമൻസ് ഫെലോഷിപ്പിൻ്റെ ഭാരവാഹികളെയും ദൈവമേ, ഇന്ന് വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരിൽ മേലും ദൈവത്തിൻ്റെ കൃപ അവിടുന്ന് പകർന്നതിനായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ പിരിയ ബന്ധുവായി അവിടുന്ന് കൂടെ ഇരിക്കണമേ. മഹത്വം അങ്ങേക്കുള്ളത് യേശു രക്ഷകൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ദിവ്യമായ നടത്തിപ്പും നാം എല്ലാവരോടും ബൈബിൾ സൊസൈറ്റിയുടെ വാളകം ബ്രാഞ്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പുതിയ വർഷവും എക്കാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ചായ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ട് പോകാവുന്ന സ്നേഹത്തോടെ ഓർപ്പിക്കും.